ആദ്യമായി മെനു ബട്ടൺ 1 ടൈം പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗ്രൂപ്പ് സെറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൂപ്പ് നമ്പറിൻ്റെ അവിടെയും യൂണിറ്റ് നമ്പറിൻ്റെ അവിടെയും ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദെൻ അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ആഡ് ചെയ്യേണ്ട യൂണിറ്റ് ലിസ്റ്റ് എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേണ്ട ഇൻഡോർ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ യൂണിറ്റ് നമ്പറിൻ്റെ അവിടെ ചേഞ്ച് ആകും. യൂണിറ്റ് 1 ആക്കി നമ്മൾ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. സോ മാനേജ് യൂണിറ്റിൻ്റെ നമ്പർ ചേഞ്ച് ആയതുണ്ടോ, അത് ആ ഒരു യൂണിറ്റ് നമ്പർ അതിൽ ഇൻഡോർ യൂണിറ്റ് ആഡ് ആയെന്നാണ് അതിനെ കാണിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ അഡ്രസ് സെറ്റിങ്ങിലുള്ള യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. മാനേജ് യൂണിറ്റ് നമ്പർ 2 ആയി. ദെൻ അതിനുശേഷം മൂന്നാമത്തെ അഡ്രസ് സെറ്റിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തു. മാനേജ് നമ്പർ 3 ആയി. ദെൻ അതിനുശേഷം നമ്മൾ 4 നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. മാനേജ് നമ്പർ 4 ആയി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 12ാമത്തെ അഡ്രസ് സെറ്റിംഗ് എന്ന യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് 12 എന്നുള്ള നമ്പർ ആക്കുക, സെറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ആ നമ്പറും ആഡ് ആയി, 5 ആയി നമ്പർ. പിന്നെ അതിനുശേഷം 13 നമ്മൾ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 6 നമ്പേഴ്സ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് മാനേജ് യൂണിറ്റ്സിൽ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഗ്രൂപ്പ് നമ്പർ 2 വേണ്ട യൂണിറ്റ് ലിസ്റ്റ് നമ്മൾ ആദ്യം എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് നമ്പർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൻ്റെ അവിടെ നമ്പർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഗ്രൂപ്പ് നമ്പർ 2 നമ്മൾ ഇനി എല്ലാ യൂണിറ്റും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് 18 നമുക്ക് 18ാമത്തെ അഡ്രസ് സെറ്റിംഗ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക, സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മാനേജബിൾ യൂണിറ്റ്സ് 7 ആയി. ഇനി അടുത്ത് നമ്മൾ 19 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. മാനേജ് യൂണിറ്റ്സ് 8 ആയി. ദെൻ അടുത്തത് നമ്മൾ 10ാമത്തെ നമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10ാമത്തെ നമ്പർ നമ്മൾ സെലക്ട് ആക്കിയിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ യൂണിറ്റും അതിൽ ആഡ് ആയി. അപ്പോൾ 9 യൂണിറ്റ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 11 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 10 യൂണിറ്റ്സ് ഒരു ഗ്രൂപ്പ് 1ലും 2ലായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് 3 2 യൂണിറ്റ്സ് നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. അഡ്രസ് സെറ്റിംഗ് കോമ്പനാണ്. പിന്നെ അതിന് ഗ്രൂപ്പ് 4 7, 6, 5 നമ്മൾ യൂണിറ്റ് ആഡ് ആക്കി. പിന്നെ അതിനുശേഷം ഗ്രൂപ്പ് 5 2 യൂണിറ്റ്സ് നമ്മൾ ആഡ് ആക്കി. അപ്പോൾ ടോട്ടൽ 17 യൂണിറ്റ്സ് മാനേജ് ചെയ്തത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ 42 യൂണിറ്റ്സ് 16 ഗ്രൂപ്പുകളിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് എക്സിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ മെനു പ്രസ് ചെയ്താൽ മതി. എല്ലാം ഇതിൽ നമ്മൾ ചെയ്തെല്ലാം സേവ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മളെല്ലാ ഗ്രൂപ്പും ഓൺ ആക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇതിനർത്ഥം എല്ലാ എൻവയോൺമെൻറ്റും നമ്മൾ കൊടുത്തതനുസരിച്ച് അതിൽ സെറ്റായെന്നാണ്, അത് ഓണായെന്നാണ്. ജസ്റ്റ് സ്റ്റോപ്പ് ഹോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ഹോൾ ആവും. അതുപോലെ റൺ ഹോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം റൺ ഹോൾ ആവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.